എബ്രഹാത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ കാരണങ്ങളെ അന്വേഷിക്കാൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് പ്രസക്തമായ വിഷയമാണെന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. എന്താണ് എബ്രഹാത്തിൻ്റെ വിശ്വാസ വിജയത്തിൻ്റെ അന്തർധാരകൾ? ഏറ്റവും മൗലികമായത് ഒന്ന്, ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 15-ാമത്തെ തിരുവചനമാണ്. താൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോരണമെന്ന് ഇബ്രാഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതിനുള്ള അവസരമുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിരീക്ഷണമാണ്. താൻ വിട്ടുപോകുന്ന സ്ഥലം ഏതാണ്? വിഗ്രഹാരാധനയുടെയും അസത്യ ദൈവസങ്കല്പങ്ങളുടെയും ഒരു വലിയ ഗോത്രവർഗ മേഖലയാണ്. പക്ഷേ എബ്രഹാത്തിന് അവിടെ ഉറപ്പുള്ള ഭവനം ഉണ്ടായിരുന്നു, തറവാട്. പക്ഷേ എബ്രഹാം ഇവിടെ വന്ന് വാഗ്ദാന നാട്ടിൽ താമസിക്കുന്നത് ഹെബ്രോണിലാണ് താമസിക്കുന്നത്. മാമ്രയുടെ ഒക്കുമരത്തിന് സമീപം ആണ് എബ്രഹാം കൂടാരമടിച്ചിരിക്കുന്നത്. ആ കൂടാരമാകട്ടെ താൽക്കാലികമായ കൂടാരമാണ്. ഈ താൽക്കാലികമായ കൂടാരം ഏത് സമയത്തും പൊളിച്ച് നീക്കപ്പെടാൻ സാധ്യതയുള്ള ടെമ്പററി ഷെഡാണ്. എബ്രഹാത്തിന് നല്ല ഉറപ്പുള്ള കെട്ടുറപ്പുള്ള തറവാടുണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഈ മാമ്രയുടെ ഒക്കുമരത്തിന് സമീപം എബ്രഹാം പടുത്തുയർത്തിയിരിക്കുന്ന കൂടാരം, അല്ലെങ്കിൽ തന്നെ കൂടാരത്തിനെക്കുറിച്ച് ബൈബിളിൻ്റെ ഇപ്പോൾ ഹോശയ രാജാവ് കൂടാരത്തെക്കുറിച്ച് എന്താ പറയണത്? കൂടാരത്തിൻ്റെ സ്വഭാവം, എൻ്റെ കൂടാരം പൊളിച്ച് നീക്കപ്പെടുകയാണ്, നെയ്ത്തുകാരൻ്റെ പാവ് പോലെ എൻ്റെ ആയുസ് വിച്ഛേദിക്കപ്പെട്ടുവെന്നോ ചുരുട്ടിക്കെട്ടിയെന്നോ ഒക്കെയാണ് ബൈബിള് വ്യത്യസ്തങ്ങളായ ഭാഷാന്തരങ്ങളിൽ നമ്മൾ കാണുന്നത്. കൂടാരത്തിൻ്റെ സ്വഭാവമോ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ആ സമയത്ത് തന്നെ ഇത് പൊളിച്ചു മാറ്റപ്പെടും. ഒരു ഇഷ്യൂ ചെറുതായിട്ടുണ്ടായാൽ മതി. അതുകൊണ്ടാണ് ഐസയായുടെ തിരുവചനങ്ങളിലെ 38:12 എൻ്റെ കൂടാരം പൊളിച്ചു മാറ്റപ്പെടുകയാണ്. ഏത് സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അപ്പോഴും പൊളിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കൂടാരം. അങ്ങനെ ഒരു കൂടാരത്തിലാണ് എബ്രഹാം അരക്ഷിതനായി സുരക്ഷിതത്വമില്ലാതെ താമസിക്കുന്നത്. അപ്പോഴവിടെ ഒരു കാഷ്വാലിറ്റി ഉണ്ടാവും, ഹെവി കാഷ്വാലിറ്റി. എന്താ ഉണ്ടാകുന്നത്? എബ്രഹാത്തിൻ്റെ ഒക്കുമരത്തിൻ്റെ ഈ മാമ്രയുടെ ഒക്കുമരത്തിൻ്റെ ചുവട്ടിലിരുന്നാൽ കാണാവുന്ന കാഴ്ചയാണ് സോദോം ഗൊമോറ. സോദോം ഗൊമോറയിലാണ് തീയും ഗന്ധവും ദൈവം ഇറക്കിയിട്ട് എബ്രഹാം പിറ്റേ ദിവസം നോക്കുമ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ തീച്ചുളയിൽ നിന്ന വണ്ണം പുക ഉയരുന്നത് കണ്ടെന്ന്. അപ്പം അതിനെക്കുറിച്ച് ആദ്യം എബ്രഹാത്തിന് ദൈവം തന്നെ ഒരു
മുന്നറിവ് കൊടുക്കുന്നുണ്ട്. നിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഞാൻ തീയിട്ട് ചുട്ടുകളയാൻ പോവുകയാണ്. അപ്പോൾ എബ്രഹാത്തിന് അതാണ് ബൈബിള് പറയണത്, തിരിച്ചു പോകണമെന്ന് താൻ ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിരുന്നെന്ന്. ഈ ഭാഗങ്ങൾ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, നമ്മളെ വിട്ടുപേക്ഷിച്ച പാപസാഹചര്യങ്ങൾ അതിലേക്ക് തിരിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ അവസരങ്ങളും അതിനുള്ളതാണ്. നമ്മൾ വിട്ടുപോ മദ്യപാനം അല്ലെങ്കിൽ എന്തെങ്കിലും ജഡിക പാപങ്ങൾ നമ്മൾ വെറുത്തുപേക്ഷിച്ചതാണ്. ആ വെറുത്തുപേക്ഷിച്ച പാപങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്ന് ആഗ്രഹമെങ്കിലും ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വരുന്ന അവസരങ്ങളെല്ലാം ആ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇപ്പോൾ എബ്രഹാം എന്തൊരു പോക്കാണ് പോകുന്നതെന്ന് ഞാൻ ഓർക്കും ശരിക്കും. കാര്യം എന്താണ്? താൻ തിരിച്ചു പോരണം, താൻ വിട്ടുപേക്ഷിച്ച് പോകുന്ന സ്ഥലത്തേക്ക്, പാപത്തിൻ്റെ ലയങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹം വരെ ബലിയർപ്പിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യനാണ്. എബ്രഹാത്തിൻ്റെ ആദ്യത്തെ ബലി ആഗ്രഹത്തിൻ്റെ ബലിയാണ്, ഇസ്ഹാക്കിൻ്റെ ബലിയല്ല. ആഗ്രഹത്തിൻ്റെ ബലിയിൽ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവൻ്റെ സമർപ്പണമാണ് ഇസ്ഹാക്കിന് ബലിയർപ്പിക്കാൻ വേണ്ടി എബ്രഹാത്തിന് ഒരുക്കിയതാണ് എബ്രഹാത്തിൻ്റെ വിജയത്തിൻ്റെ, വിശ്വാസ വിജയത്തിൻ്റെ ആണിക്കല്ലുകൾ. പലപ്പോഴും ഇപ്പോഴേ കടിഞ്ഞൂൽ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ നിൻ്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരാൻ വേണ്ടി യാക്കോബ് ഏശാവിനോട് ചോദിക്കുമ്പോൾ ഏശാവിൻ്റെ മറുപടി എന്താ? കടിഞ്ഞൂൽ അവകാശം, അത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ആ വാക്ക് ഭയങ്കര വാക്കാണ്. അതായത് കടിഞ്ഞൂൽ അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവസാന്നിധ്യത്തിൻ്റെ, ദൈവസന്ധിപ്പിൻ്റെ, ദൈവത്തിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെയൊക്കെ എല്ലാം ദൈവികമായ വിഷയങ്ങളാണ്. ദൈവികമായ വിഷയങ്ങൾ കൊണ്ട് എനിക്കെന്നാ പ്രയോജനം? ശരിക്കും പറഞ്ഞ യേശാവിൻ്റെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. പ്രയോജനം ചോദിച്ചതാണ്. എനിക്കെന്നാ പ്രയോജനം? ഇപ്പം ചില ആൾക്കാരൊക്കെ ജോമാല ചെല്ലിയ കൊണ്ട് എന്നാ പ്രയോജനം? പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയതുകൊണ്ട് എന്നാ പ്രയോജനം? എല്ലാ ദിവസവും കുർബാന കെട്ടിയെടുത്ത് പോകണ്ടല്ലോ, എന്നാ പ്രയോജനം? എത്രയോ പേർ നമ്മൾ ചോദിക്കണം. ഈ ഉപവാസമൊക്കെ എടുത്തിട്ട് എന്നാ പ്രയോജനം? ഇപ്പം ചോദിക്കാൻ തുടങ്ങിയ ചോദ്യങ്ങളല്ല. മനുഷ്യരാശി ആദ്യം മുതലേ യേശാവിൻ്റെ മുഴുവൻ തകർച്ചയ്ക്ക് ഒറ്റ ചോദ്യം എന്താ? കാരണം എന്താ? ഈ എന്നാ പ്രയോജനമെന്ന് ചോദിച്ചതാ. ദൈവത്തോട് മാത്രം ദൈവപൈതലെ പ്രയോജനം ചോദിക്കരുത്. നമുക്ക് പ്രയോജിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാനുള്ള ആളല്ല ദൈവം. ദൈവത്തെ ഉപയോഗിക്കാനുള്ള ആളാണെന്ന് ചിന്തിച്ചു പോയതാണ് യേശാവിൻ്റെ മൊത്തം പരാജയത്തിൻ്റെ കാരണങ്ങൾ. ഏതെങ്കിലും തങ്ങളുടെ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടവനാണ് ദൈവം എന്ന ഉദ്ദേശത്തിലാണ് പലരും പ്രാർത്ഥിക്കുന്നത് തന്നെ. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങളും ആധ്യാത്മിക നടപടികളും പ്രാർത്ഥനകളെല്ലാം മാന്യം പറഞ്ഞത് എന്താ? മാന്യം. ഇപ്പോൾ നിങ്ങൾ ഞായറാഴ്ച കുർബാനയാകാം, കുടുംബ പ്രാർത്ഥനയാകാം. എന്നാ പ്രാർത്ഥിച്ചിട്ട് എന്നാ പ്രയോജനം? അത് പണ്ട് യേശാവ് ചോദിച്ച ചോദ്യം തന്നെയാണ്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കണത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? പിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചത്. സത്യ ദൈവത്തെ കണ്ടെത്തിയപ്പോഴേ എബ്രാഹാം ചെയ്ത് എന്താ? മാമ്രയുടെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ബലിപീഠം പണിതെന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത്
ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കാൻ വേണ്ടിയാണ്. ആരാധനയ്ക്ക് യേശാവ് പറയണ പോലെ മറ്റൊരു പ്രയോജനം തിരക്കണത് മണ്ടത്തരമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിലവനായ ഈശോ, അങ്ങയെ ആരാധിക്കാൻ വേണ്ടി മാത്രം, സ്നേഹിക്കാൻ വേണ്ടി മാത്രം, സ്നേഹിക്കുന്ന ആധ്യാത്മികതയിലേക്ക് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങ് നൽകിയ പ്രബോധനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഈ നിമിഷം നിന്നിലേക്ക് ഇറങ്ങി വരികയാണ്. ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം നൽകുകയാണ്. കർത്താവേ, അങ്ങ് നൽകിയ വചന പ്രബോധനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പാട്ടിപ്പാടും. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, കരങ്ങടിച്ചുകൊണ്ട് മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ഹല്ലേലൂയ, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആരാധനയുടെ കൃപയില്, ആരാധന അനുഭവത്തിൽ നിന്ന് ലഭിച്ച ഒരു അനുഭവ സാക്ഷ്യം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കാം. എൻ്റെ പേര് മില്ലിയ ജോസ്. ഞാൻ തൃശ്ശൂർ ജില്ല പഴയോട് വരുന്നു. എനിക്ക് 1.5 വയസ്സായപ്പോൾ എൻ്റെ പപ്പ വിദേശത്ത് പോയതാ. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം 16 വർഷമായി പപ്പ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അമ്മ ഈ കൃപാസിനെ പറ്റി അറിയുകയും പിന്നെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഒരു 3 മാസമായി. പപ്പ ഈ ജനുവരി 1 ഞങ്ങളെ വിളിച്ചു. വിളിക്കുക മാത്രമല്ല, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പപ്പയ്ക്ക് നാട്ടിൽ തിരിച്ചെത്താനും പറ്റി. ഒരു കുഴപ്പം കൂടാണ്ട് പപ്പ ഇവിടെ വീട്ടിലെത്തി. ഇത്താനുഗ്രഹം കൃപാസിന് 1000 നന്ദി. പ്രിയമുള്ളവരെ, വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ശരീരത്തിൻ്റെ ക്ലേശങ്ങളും മനസ്സിൻ്റെ ഭാരങ്ങളും നീക്കിക്കളയാൻ അത് ഉതകണം. അനേകം മക്കൾക്കത് ഉതകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾക്കും ആ സാക്ഷ്യം അവകാശം ഓഹരിമാക്കാൻ വേണ്ടി നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളെ ഈ സാക്ഷ്യത്തിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളും ദുരിതങ്ങളും ഞങ്ങളുടെ വിഷമതകളും സങ്കടങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ അനേകം ക്ലേശങ്ങളുള്ളവരെ, ശാരീരികമായ ക്ലേശങ്ങളുള്ളവരെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ നിന്റെ തിരുമുറുപാർന്ന വലതുകരം ശാരീരികമായ ക്ലേശങ്ങൾ, കിഡ്നി രോഗങ്ങൾ, നടുവേദനകൾ ഒക്കെ അനുഭവിക്കുന്നവരെ കർത്താവെ, നിന്റെ തിരുമുറുപാർന്ന വലതുകരത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവെ, കരൾ രോഗങ്ങളെ,
അങ്ങ് സ്പർശിക്കണമേ കർത്താവ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ, ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുടെ ക്ലേശങ്ങളെ ഈശോ അങ്ങയുടെ വിശുദ്ധ വലത് കർത്താവ് സ്പർശിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കരൾ രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരെ തത്സമയ ദിവ്യകാരുണ്യ ആരാധനയില് കൃപാസന സാന്ത്വന അഭിഷേക ശുശ്രൂഷയിലൂടെ സൗഖ്യം വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. എല്ലാവരും രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നല്ലവനായ ഈശോ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവെ, ഭവനരഹിതര്, കർത്താവെ, ഭവനം പണിയുന്നതിന് ഈ ജന്മത്തിൽ സാധ്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നവര്, കർത്താവെ, അവരെയെല്ലാം നീ സ്പർശിക്കണമേ. ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവരെ കർത്താവെ നീ കരുണയോടെ കടാക്ഷിക്കണമേ. കർത്താവെ, പലതരത്തിൽ എല്ലാ പഠനങ്ങളും നിലച്ചു പോയവരെ, ജോലിയുടെ സാധ്യതകൾ നിലച്ചു പോയവരെ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വേദനിച്ച് കണ്ണീരോടെ നിൽക്കുന്ന കുടുംബങ്ങളിലെ കർത്താവിന്റെ പേരിൽ ശക്തിയുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ വേദനകളും കണ്ണുനീരുകളും അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധികളും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അഗ്നി അഭിഷേകമേ, എല്ലാവരും അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ചേർന്ന് പാടാം, കരങ്ങൾ വീശി പാടാം. അഗ്നി അഭിഷേകമേ, അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴീ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള്, നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്ന ദുർഘട സന്ധികളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഇപ്പോഴും സമർപ്പിക്കുക. ചില പ്രധാനപ്പെട്ട തീയതികളാകാം, ഓപ്പറേഷൻ തീയതിയാകാം, ജോലിയുടെ ഇൻ്റർവ്യൂ തീയതിയാകാം, ജോലിക്ക് വേണ്ടിയുള്ള യാത്രാ തീയതികളാകാം. ഇപ്പോഴ് ഈശോ ദിവ്യകാരുണ്യത്തിൽ ജ്വലിച്ച് നമ്മുടെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള തീയതികളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹത്തിനായി ഓർക്കുക. നമ്മൾ സമാപനാശീർവാദത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ എത്രയും കൂടുതൽ വേദനിപ്പിക്കുന്ന കൃപാസനം ആരാധനയാണിത്. ലോകത്തെമ്പാടുമുള്ള ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി ഈശോ കൃപാസനം ആരാധനയിലൂടെ ഒത്തിരിയേറെ സാന്ത്വനങ്ങൾ നൽകുന്നുണ്ട്. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ചിലപ്പോൾ സംശയമാകാം, ചില മദ്യപാനമാകാം, വേറെ എന്തെങ്കിലും നമ്മളുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത കാര്യങ്ങളാകാം. എൻ്റെ മക്കൾ പരിശുദ്ധ അമ്മ വഴി കണ്ണുനീരോടെ ഈശോയ്ക്ക് സമർപ്പിക്കുക. സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവായ ദൈവമേ, ആരാധനയിൽ ആരൂഢനാകുന്ന ദൈവമേ, ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവെ, തളർവാതെ രോഗികൾ കിടക്കേട് നടക്കാൻ കൽപ്പിച്ച ദൈവം ഇതാ നിന്നെ ആശീർവദിക്കാൻ പോവുകയാണ്. ജോബിന് ചുറ്റും വേലി ചുറ്റും സംരക്ഷിച്ച ദൈവം ഇതാ നിന്നെ ആശീർവദിക്കാൻ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് രോഗപീഠകളുള്ളവർ ഇപ്പോൾ മുട്ടുമേൽ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വിദൂരങ്ങളിലായിരിക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കുടുംബ സമാധാനം നൽകാൻ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ.
മാരക രോഗങ്ങൾ, ദുരിതങ്ങൾ, ഓട്ടിസം ബാധിച്ചവര് സൗഖ്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവര് കർത്താവിന്റെ കൃപയാൽ ഇപ്പോൾ ആശീർവദിക്കപ്പെടുകയാണ്. കർത്താവിന്റെ ചൈതന്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗം ആഗ്രഹിക്കുന്നവരെ ഈശോ ആശീർവദിക്കുകയാണ്. കർത്താവിന്റെ കൃപ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു. ഉടമ്പടിയിൽ നേർച്ച വസ്തുക്കളിലും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ ഈശോ ആശീർവദിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.